ഇംറാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യസ്രിബ്. ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധമായ അഖ്സ പള്ളിയുള്ള സ്ഥലം. ആ പള്ളി ഇന്ന് ജൂതന്മാരുടെ കയ്യിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഇതുവരെ വന്നിട്ടില്ല. ഉമർ തങ്ങളുടെ കാലത്ത് കുറച്ചു നേരം കിട്ടി, പിന്നെ തിരിച്ചുപോയി. അതിനുശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ, നൂറുദ്ദീൻ സംഗിയുടെ കാലത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു പിടിച്ചു, വീണ്ടും നഷ്ടമായി, ഇപ്പോഴും നഷ്ടമായിരിക്കുകയാണ്. ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം. ഖറാബു യസ്രിബ്, അന്ന് മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന അന്ന് നാശമാവും അത്രേ. മദീനയിൽ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം തീർന്നാൽ, നമ്മുടെ ഫലസ്തീൻ ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ, ലോക മുസ്ലിമീങ്ങൾ, ഹറമിലെ ഇമാമുമാർ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിഷയം, അർളു ഷാം, ഇതൊക്കെ ഷാം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഫസാദു ഷാമി ഫസാദു ദുനിയ, ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവും എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ജോർഡാൻ, ലബനാൻ, ഫലസ്തീൻ, ഈ രാജ്യങ്ങൾ കൂടുന്ന പ്രദേശമാണ് നബി തങ്ങൾ പറയുന്ന ഷാം. അവിടെ പ്രശ്നമുണ്ടോ, അത് ലോക പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അത് ആഗോള ഗ്ലോബൽ ഇഷ്യൂസ് അതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്ന്. മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളുടെ കാരണമാണ്. വഖുറൂജുൽ മൽഹമ, അങ്ങനെ ഒരു വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന, യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഫത്ഹുൽ ഖുസ്തൻത്വീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് കാരണമാണ്. വഫത്ഹുൽ ഖുസ്തൻത്വീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം ഖുറൂജുദ് ദജ്ജാൽ, ദജ്ജാൽ വരാനുള്ള കാരണം അതായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.